കളറിന് തിരുവനന്തപുരത്ത് ഒരു കുറവുമില്ല. കാരണം ക്യാമറ ജസ്റ്റ് ഒന്ന് പാൻ ചെയ്ത് മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പല നിറങ്ങളാണ്, ഇലകൾക്ക് പല നിറങ്ങളാണ്. കാരണം ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ദീപാലങ്കാരങ്ങൾ അത്രമാത്രം രസമാണ്. ന്യൂ ഇയർ ആകുമ്പോൾ ആളുകളുണ്ടാകുന്നു, അവരിങ്ങനെ ആ നിറത്തിലൂടെ പല നിറത്തിലൂടെ നടന്നു പോകുന്നു. അത് കാണുമ്പോൾ വലിയ രസമാണ്. എല്ലാവരും കനകക്കുന്നിലേക്ക് കടന്നു പോവുകയാണ്, കുറച്ചധികം ആളുകൾ കടന്നു പോകുന്നു. ഇത് കാഴ്ചകൾ കണ്ട് മടങ്ങി അടുത്ത പരിപാടിയിലേക്ക് പോകുന്ന ആളുകളുമുണ്ട്. എന്തായാലും നമ്മളെ കണ്ടപ്പോൾ തന്നെ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞത് ഒരു തിരുവല്ലം സ്വദേശി നമ്മളെ കാത്തു പോകുന്നുണ്ട്. എന്താണ് മാതൃഭൂമിയോട് പറയാനുള്ളത്? വളരെ നല്ല രീതിയിലുള്ള ദീപാലങ്കാരങ്ങളും എല്ലാം കൊണ്ടും തിരുവനന്തപുരം നഗരി വളരെ ആഘോഷ ലഹരിയിലാണ്. കാരണം ഇത് പുതുവർഷം എല്ലാവർക്കും നല്ല നന്മയും പുതു പ്രതീക്ഷകളും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, എന്താ പ്രതീക്ഷ പുതുവർഷത്തിൽ? എല്ലാവരുടെയും ജീവിതം നല്ല രീതിയിലാവട്ടെ ആണ്, സ്വന്തമായിട്ടുള്ളതല്ല, എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും നല്ലത് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ്. അതെ, ഞങ്ങളുടെ ന്യൂ ഇയർ എല്ലാം ഇന്ന് മ്യൂസിയം കനകക്കുന്ന് ഇവിടങ്ങളിൽ ആഘോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനും കുറച്ച് ഫ്രണ്ട്സായിട്ട് വന്നത്. അവർക്ക് ഇതിലോട്ട് ഒരു ശരി ഇതുണ്ടാക്കി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്മകൾ നേർന്നു അല്ലേ? അപ്പോൾ അത് തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു വൈബ്. അതായത് ഓക്കെ, അപ്പോൾ അത് തന്നെയാണ്. കാരണം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നില്ല, ഈ ദീപാലങ്കാരങ്ങളും ഈ സ്ഥലത്തുമൊക്കെ വന്ന് നിന്ന് കാഴ്ചകൾ കാണുക എന്ന് പറയുന്നത് തന്നെയാണ് അവർക്ക് സന്തോഷം. കാരണം നമ്മൾ ഈ നിൽക്കുന്ന വഴി കൂടിയൊക്കെ ആളുകൾ കടന്നു പോവുകയാണ്, നമുക്ക് ആളുകൾ കടന്നു വരുന്നുണ്ട്. ന്യൂ ഇയർ ആഘോഷം തിരുവനന്തപുരത്താണോ? നോക്കിപ്പോ. അപ്പോൾ ഈ ആളുകൾ കടന്നു പോവുകയാണ്. എന്തായാലും കടന്നു പോകുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാം. ഇപ്രാവശ്യം ന്യൂ ഇയർ തിരുവനന്തപുരത്താണോ? ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി. ഇവിടെ ഉള്ള ദീപങ്ങളല്ലാതാണ്ട് വേറെയും ലൈറ്റുകളുണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ്. ഈ കുറേ പേര് കാഴ്ചകൾ കണ്ട് നടന്നു പോവുകയാണ്. അപ്പോൾ അവർക്ക് കുറേ പേര് സംസാരിക്കുന്നു, കുറേ പേര് സംസാരിക്കുന്നില്ല. കാത്തുനിന്ന് സംസാരിക്കുന്നവരുണ്ട്, അല്ലാത്ത ആളുകളുമുണ്ട്. എന്തായാലും എല്ലാവരും ഈ പറയുന്ന കുറച്ച് മണിക്കൂറുകൾ കടന്നുപോയി കഴിഞ്ഞാൽ ഈ കാഴ്ചയുടെ രസത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന തരത്തിലാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദീപാലങ്കാരം തന്നെയാണല്ലേ. ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് എന്ത് ആഘോഷം വരുമ്പോഴും തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരുപാട് ലൈറ്റ്സ്, അതെ, എന്താഘോഷം വന്നാലും. അതെ, അത് തന്നെയാണ്. കാരണം ഇവിടെ വന്ന് നിന്നാൽ ആളുകളുടെ കണ്ണുകളെല്ലാം മേലിലേക്കാണ്. കാരണം ഇട്ടിരിക്കുന്ന ലൈറ്റുകൾ കാണുക. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പരിപാടി വന്നാലും ഈ കടന്നു പോകുന്ന വഴികൾ മനോഹരമായി കാണുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെ എനിക്ക് തോന്നുന്നു സംസാരിക്കുമെന്ന് അറിഞ്ഞുകൂടാ, കുറച്ച് പേർ കാഴ്ചകളെ കണ്ട് റെസ്റ്റ് എടുക്കാമെന്ന് തോന്നുന്നു. ചേട്ടാ നമസ്കാരം. Namaskaram. Yeah, but I can't understand your language. Where are you from? We came from Pune. Pune? Yeah. So you choose Kerala for your New Year? Yeah, New Year, because we are going for tomorrow Kanyakumari, Pooar and Ashtamudi. Okay. എന്തായാലും സ്വദേശികൾ മാത്രമല്ല വിദേശികളും മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കാനായി എത്തിയിട്ടുണ്ട്, ന്യൂ ഇയർ ആഘോഷിക്കാൻ.